അമേരിക്കൻ ഭരണഘടനയുടെ ആണിക്കല്ലായ 14-ാം ഭേദഗതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നിനെ നിയമപരവും രാഷ്ട്രീയമായി വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ജനിച്ചാലുള്ള പൗരത്വം എന്ന ചരിത്രപരമായ അവകാശം റദ്ദാക്കാൻ ട്രംപ് നേരിട്ട് സുപ്രീംകോടതിയിൽ എത്തിയതും അവിടെ അരങ്ങേറിയ വാദപ്രതിവാദങ്ങളും ആധുനിക അമേരിക്കൻ ചരിത്രത്തിലെ നിർണായകമായ അധ്യായമാണ്. 1868 നിലവിൽ വന്ന അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി കേവലം ഒരു നിയമമല്ല, മറിച്ച് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം രാജ്യം കൈവരിച്ച സമത്വത്തിന്റെ അടയാളമാണ്. അടിമത്തത്തിൽ നിന്ന് മോചിതരായ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് പൗരത്വം, തുല്യനീതി ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. അമേരിക്കൻ ഐക്യനാടുകളിൽ ജനിച്ചതോ പൗരത്വം നൽകപ്പെട്ടതോ ആയ അതിന്റെ അധികാര പരിധിക്ക് വിധേയമായ എല്ലാ വ്യക്തികളും അമേരിക്കയുടെയും അവർ താമസിക്കുന്ന സംസ്ഥാനത്തിന്റെയും പൗരന്മാരാണെന്ന് ഈ ഭേദഗതി വ്യക്തമാക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ നിയമമാണ് അമേരിക്കയെ ഒരു കുടിയേറ്റക്കാരുടെ രാജ്യം എന്ന നിലയിൽ വളർത്തിയത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വന്നവരായാലും അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടിക്ക് ആ രാജ്യത്തെ പൗരനായി വളരാനുള്ള അവകാശം ഈ നിയമം നൽകുന്നുണ്ട്. ഇതിനെയാണ് ജസൂളി അഥവാ മണ്ണിന്റെ നിയമം എന്ന് വിളിക്കുന്നത്. തന്റെ ആദ്യ ഭരണകാലം മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ജനിച്ചാലുള്ള പൗരത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ 2025 വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം ഈ നീക്കം ശക്തമാക്കി. 2025 ഫെബ്രുവരി 19 അദ്ദേഹം പുറപ്പെടുവിച്ച വിവാദപരമായ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കും താൽക്കാലിക വിസയിൽ അമേരിക്കയിൽ എത്തുന്നവർക്കും ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. ബർത്ത് ടൂറിസം തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. വിദേശികൾ പൗരത്വത്തിനായി മാത്രം അമേരിക്കയിലെത്തി പ്രസവിക്കുന്നത് രാജ്യത്തിന്റെ വിഭവങ്ങൾക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു വിഡ്ഢിത്തരമാണിതെന്നുമാണ് ട്രംപിന്റെ വാദം. ഈ ഉത്തരവ് നേരിട്ട് ഭരണഘടനയെ ലംഘിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ മനുഷ്യാവകാശ സംഘടനകൾ കോടതിയെ സമീപിച്ചതോടെയാണ് ട്രംപ് വേഴ്സസ് ബാർബറ എന്ന ചരിത്രപ്രധാനമായ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത്. അമേരിക്കൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു സിറ്റിംഗ് പ്രസിഡന്റും ഒരു കേസിന്റെ വാദം കേൾക്കാൻ കോടതി മുറിയിൽ നേരിട്ട് എത്തിയിട്ടില്ല. എന്നാൽ ട്രംപ് ആ കീഴ്വഴക്കം ലംഘിച്ചു. തന്റെ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാനാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായത്. കോടതി മുറിയിൽ നടന്ന വാദങ്ങൾ ട്രംപിന് അത്ര അനുകൂലമായിരുന്നില്ല. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് നയിക്കുന്ന ബെഞ്ചിൽ ട്രംപ് തന്നെ നിയമിച്ച യാഥാസ്ഥിതികരായ ജഡ്ജിമാരും ഉണ്ടായിരുന്നു. എന്നിട്ടും ഭരണഘടനയെ മറികടന്ന് ഒരു പ്രസിഡന്റിന് ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന കർശനമായ നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ്. ലോകം മാറിയിട്ടുണ്ടാകാം, പക്ഷെ ഭരണഘടന അത് തന്നെയാണ് എന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം ട്രംപിന്റെ ഭരണഘടനാപരമായ അതിരുകടക്കൽക്കുള്ള മുന്നറിയിപ്പായിരുന്നു. ട്രംപിന്റെ അഭിഭാഷകൻ ജോൺ സൗവർ ഉന്നയിച്ച വാദങ്ങളെ കോടതി വിചിത്രം എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ഭേദഗതിയിലൂടെ മാത്രം മാറ്റാൻ കഴിയുന്ന പൗരത്വ നിയമത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൗരത്വം തീരുമാനിക്കാൻ ഗർഭിണികളെ അതിർത്തികളിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്ന പരിഹാസ രൂപേണയുള്ള ചോദ്യം ട്രംപിന്റെ നയം നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ വാദപ്രകാരം പൗരത്വം പുനർനിർവചിച്ചാൽ അമേരിക്കയിലെ യഥാർത്ഥ ഉടമകളായ റെഡ് ഇന്ത്യൻസിന് പോലും പൗരത്വം നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാകില്ലേ എന്ന് കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. ഈ കേസിൽ ട്രംപിനെതിരെ വാദിക്കുന്ന പ്രധാന കക്ഷികളിൽ ഒന്ന് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനാണ്. ഭരണഘടനയുടെ 14-ാം ഭേദഗതിയിലെ അധികാര പരിധിക്ക് വിധേയരായ എന്ന വാചകത്തെ ട്രംപ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് അവർ വാദിക്കുന്നു. വിദേശ നയതന്ത്രജ്ഞരുടെ കുട്ടികൾക്ക് മാത്രമാണ് ഈ നിയമത്തിൽ നിന്ന് ഇളവുള്ളതെന്നും അമേരിക്കയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയരാണെന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ സർവേകൾ പ്രകാരം 67% അമേരിക്കക്കാരും ജനിച്ചാലുള്ള പൗരത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കുടിയേറ്റക്കാരുടെ അധ്വാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരു രാജ്യത്ത് ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത് വംശീയമായ ചേരിതിരിവിന് കാരണമാകുമെന്നും സാമൂഹിക നിരീക്ഷകർ കരുതുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ തന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ട്രംപ് ഇത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കും. കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്ന ഉടൻ സോഷ്യൽ മീഡിയയിലൂടെ ജഡ്ജിമാരെ ട്രംപ് വിമർശിച്ചത് നീതിന്യായ വ്യവസ്ഥയുമായുള്ള അദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്നതിന്റെ സൂചനയാണ്. ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ ഈ കേസിൽ അന്തിമവിധി വരുമെന്നാണ് കരുതപ്പെടുന്നത്. സുപ്രീം കോടതി ട്രംപിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചാൽ അത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ മാറ്റുന്ന ഒന്നായിരിക്കും. ലക്ഷക്കണക്കിന് കുട്ടികളുടെ പൗരത്വം അനിശ്ചിതത്വത്തിലാവുകയും പുതിയൊരു രണ്ടാം തരം പൗരത്വം രൂപപ്പെടുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ പ്രസിഡന്റിന്റെ അധികാര പരിധി ഭരണഘടനയ്ക്ക് മുകളിലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടും. എന്തായാലും ട്രംപ് വേഴ്സസ് ബാർബറ കേസ് പൗരത്വത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്ക് പുതിയൊരു ദിശ നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ പൗരത്വം എന്നത് ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും മൗലിക അവകാശമാണോ അതോ ഭരണകൂടം നൽകുന്ന ആനുകൂല്യമാണോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. 14-ാം ഭേദഗതിയുടെ സംരക്ഷണം സുപ്രീം കോടതി ഉറപ്പാക്കുമോ അതോ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് കോടതി പച്ചക്കൊടി കാട്ടുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഈ വിധി അമേരിക്കയുടെ ഭാവി മാത്രമല്ല, കുടിയേറ്റം ഒരു പ്രധാന വിഷയമായ പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും നയങ്ങളെയും സ്വാധീനിച്ചേക്കാം.